ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ആളുകൾക്ക് ജോലി ഇല്ലയെന്ന് പരാതി പറയുന്നു. അതിനുള്ള റീസൺ എന്താ? നമുക്ക് അത്രയധികം എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. ഇത്രയധികം എഞ്ചിനീയറിംഗ് കോളേജുകളെ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ ആന്ത്രോപിക് എന്നുള്ളത് ഇപ്പോൾ ക്ലോഡിൻ്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ള അവർ കഴിഞ്ഞ മാസം ഒരു ലേബർ മാർക്കറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടു. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റീപ്ലേസ് ചെയ്യപ്പെടാൻ പോകുന്ന ആളുകൾ എന്നുള്ളത് ലോ, അതേപോലെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി, പിന്നെ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആൻഡ് മാത്തുമായി റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഒരു AI വേവിൽ എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ റീപ്ലേസ് ചെയ്യപ്പെട്ട് പോകാൻ പോകുന്നത്. ഇതൊരു ഫാക്റ്റായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ലോകത്തിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനീസിൽ ഒന്നായിട്ടുള്ള ഒറാക്കിൾ ഒറ്റ ദിവസം രാവിലെ 6 മണിക്ക് മെയിലയക്കാണ് യു ആർ ഫയർഡ്. 30,000 ആളുകൾക്ക്, അതിൽ 12,000 ആളുകൾ ഇന്ത്യക്കാരാണ്. നമ്മുടെ നാട്ടിൽ ബിടെക്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കുന്ന കോഴ്സ് ഏതാ? ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഇവരുടെ ഫുള്ള് ജോബ് ഓപ്പർച്യൂണിറ്റീസിന് എന്താ സംഭവിക്കുന്നത്? ഒറ്റയടിക്ക് ഇല്ലാതാവുകയാണ്. റൈറ്റ്? അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് കുറച്ചും കൂടി ദീർഘവീക്ഷണമാണ്. ഒരു 5 വർഷത്തിനപ്പുറം എന്താ സംഭവിക്കാൻ പോകുന്നത്? എവിടെയാണ് നമ്മുടെ ജോബ് മാർക്കറ്റ് എത്താൻ പോകുന്നത്? അതിനനുസരിച്ച് വേണം ഏത് കോഴ്സുകളാവട്ടെ നമ്മൾ ആളുകളെ കൂടുതൽ വേണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ.